മാർക്ക 100 ലിസ്റ്റിൽ വിനീഷ്യസ് ജൂനിയറിന് പുരസ്കാരം. ബാലൻഡിയറിൻ്റെ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദുഃഖം വിട്ടുമാറിയിട്ടില്ല വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസിനൊന്നും. കാരണം ഒരുപാട് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ റയലിൻ്റെ ക്യാമ്പിലൊക്കെ തുടങ്ങിയെന്നുള്ള ന്യൂസുകളൊക്കെ വന്ന് പിന്നീട് പെട്ടെന്ന് പാരീസിൽ ആ ചടങ്ങ് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ആ ഒരു ചടങ്ങിലേക്ക് റയൽ മാഡ്രിഡ് സംഘം പോകുന്നില്ല, ബാലൻഡിയർ വിനീഷ്യസിന് കിട്ടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്ന് പിന്നീട് അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിൻ്റെ ചർച്ചകൾ വിനീഷ്യസുമായി ബന്ധപ്പെട്ട് റോഡ്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നു. അതുപോലെ റോഡ്രിനെ വന്ന് വിനീഷ്യസിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചൊക്കെ വന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ ബ്രസീൽ ഇതിഹാസം റൊണാൾഡോ വന്ന് പറഞ്ഞു ആ ഒരു കഴിഞ്ഞ ബാലൻഡിയർ വിനീഷ്യസിന് അർഹതപ്പെട്ടതായിരുന്നു. ഞാൻ റോഡ്രിക്ക് എതിരല്ല എങ്കിലും വിനീഷ്യസിന് അർഹതപ്പെട്ടായിരുന്നു കഴിഞ്ഞ ബാലൻഡിയർ. അങ്ങനെ നെയ്മർ ജൂനിയർ ഉൾപ്പെടെ പല താരങ്ങളും വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്ക നൽകിയിട്ടുള്ള ബെസ്റ്റ് 100 പ്ലേയേഴ്സിൽ 1ാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ എത്തിയിരിക്കുകയാണ്. 2ാം സ്ഥാനം ബെല്ലിംഗ്ഹാമാണ്, 3 റോഡ്രിയാണ്. അതുപോലെ തന്നെ തൊട്ട് പിറകിൽ കർവഹാല്, ഹാളണ്ട് പോലുള്ള താരങ്ങളൊക്കെ തൊട്ട് പിറകിൽ തന്നെയുണ്ട്. സൂപ്പർ താരം ലയണൽ മെസ്സി ഈ ലിസ്റ്റിൽ 24ാം സ്ഥാനത്താണ്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ മാർക്ക 100 പ്ലേയേഴ്സിൻ്റെ ഈ ഒരു സ്റ്റാറ്റസ് നിലവിലുള്ളത്. ഏതായാലും ചെറിയ ഒരു ആശ്വാസം വിനീഷ്യസിന്. ബാലൻഡിയർ കിട്ടാത്ത ആ ഒരു സങ്കടകരമായ അവസ്ഥ, ഒരുപാട് പ്രതീക്ഷിച്ച് നിന്നിട്ട് അത് കിട്ടാതിരിക്കുമ്പോഴൊരവസ്ഥ ഉണ്ടല്ലോ. അതിപ്പോൾ ഏത് ഫുട്ബോൾ താരത്തിൻ്റെയും ഒരു ആഗ്രഹമാണല്ലോ ഒരു ബാലൻഡിയർ നേടുക, ലോക ഫുട്ബോളർ ആകുക എന്നൊക്കെ. അത് പെട്ടെന്ന് കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. അദ്ദേഹം തന്നെ അത് തുറന്ന് പറയുകയും ചെയ്തു. ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകിയ ബാലൻഡിയർ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മാർക്ക പുറത്തുവിട്ടിട്ടുള്ള 100 ബെസ്റ്റ് പ്ലെയർ 100 ലിസ്റ്റിൽ അദ്ദേഹം 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്.